ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടത് മറക്കരുത്. ഇത്രയും നാളും നിങ്ങളാരും എൻ്റെ ശബ്ദമോ എന്നെയോ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം തോന്നുകയാണ് സുഹൃത്തുക്കളെ. കാരണം മറ്റൊന്നുമല്ല, ഇന്നൊരു വീഡിയോ ഞാൻ കാണുവാനിടയായി. അതിനകത്ത് അനീഷിൻ്റെ പേരുണ്ട്, റസീന ചേച്ചിയുടെ പേരുണ്ട്, എൻ്റെ പേരില്ല. വളരെ സങ്കടമുണ്ട്. അവരെ എല്ലാം പോപ്പുലറാക്കി, എൻ്റെ മാത്രം പേര് നിങ്ങൾ പറഞ്ഞില്ല. മറ്റാരെ കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ റൂഹിജാനെ കുറിച്ചാണ്. റിഫ മെഹനാസിന്റെ ആത്മാവ് താനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന റൂഹിജാന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടു. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരു സംശയം, ഞാനും ആത്മാവാണോ എന്ന്. കാരണം റിഫയുടെ ആത്മാവിന് പോലും കണ്ടെത്താൻ പറ്റാത്ത ഒരു പവറുള്ള സോളായിട്ട് ഞാനും മാറിയോ എന്നൊരു സംശയം. എൻ്റെ പേര് മാത്രം എങ്ങും പരാമർശിച്ച് കണ്ടില്ല. അൽത്തു, യു ആർ എ ഗ്രേറ്റ് മാൻ. റിഫയുടെയും കൊല്ലം സുധിയുടെ ആത്മാവിന് പോലും കണ്ടെത്താൻ സാധിക്കാത്ത എന്നെ നീ കണ്ടു, നിന്റെ ചാനലിലൂടെ ലോകത്തിനെ കാണിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. സോ ഗൈസ്, കഴിഞ്ഞ ദിവസമായിരുന്നു NR റോസ്റ്റ് എന്ന് പറഞ്ഞ ചാനലിലൂടെ റസീന ചേച്ചിയും നൗഷാദിക്കയും കൊല്ലം സുധിയുടെ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കിച്ചു എന്നറിയപ്പെടുന്ന രാഹുൽ ദാസ് കൊല്ലം സുധിയെ മർദ്ദിക്കുകയും അദ്ദേഹത്തിനെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിക്കുകയും ചെയ്തു. ഈ ഒരു അനിഷ്ട സംഭവം ആ വീട്ടിൽ സംഭവിച്ചപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടുകാർ പോലീസിനെ ഇൻഫോം ചെയ്യുകയും പോലീസ് വന്നപ്പോഴത്തേക്ക് കിച്ചു എന്നറിയപ്പെടുന്ന രാഹുൽ ദാസ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി എന്നുള്ള കാര്യം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഇതിന് തൊട്ട് പിന്നാലെ ഞാൻ വീഡിയോ ചെയ്തു, അനീഷ് വ്ലോഗ് വീഡിയോ ചെയ്തു. പക്ഷേ റൂഹിജാൻ അനീഷിൻ്റെ പേരും റസീന ചേച്ചിയുടെ പേരും മാത്രമേ പറഞ്ഞുള്ളൂ. എൻ്റെയും നൗഷാദിക്കയുടെയും പേര് പറഞ്ഞില്ല. നൗഷാദിക്ക ആ പരാതി അദ്ദേഹത്തിൻ്റെ ലൈവിലൂടെ വന്ന് പറഞ്ഞോളൂ. എൻ്റെ പരാതി ഞാൻ എൻ്റെ ചാനലിലൂടെയാണ് വന്ന് പറയുന്നത്. കാരണം ഞാൻ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ കാണാണ്ട് അധികം ആൾക്കാർ വരില്ല. സോ ഈ ഒരു ഇതങ്ങ് മാറ്റി വെക്കാം. എൻ്റെ പരാതി അടുത്ത വീഡിയോയിലെങ്കിലും പരിഹരിക്കപ്പെടുമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക് അങ്ങ് മാറ്റി വെക്കാം. എനിക്ക് റൂഹിജാനോട് ചില ചോദ്യങ്ങളുണ്ട്. അതായത്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് റിഫ മെഹനാസിൻ്റെ ആത്മാവ് ഗൾഫ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഗോൾഡ് സ്മഗ്ലിങ്ങിനെ, സെക്സ് റാക്കറ്റിങ്ങിനെ, ഡ്രഗ് ട്രാൻസ്പോർട്ടേഷനെ തകർക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് രേണുസുതി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ താരം അത്യാവശ്യം നെഗറ്റീവ് പബ്ലിസിറ്റിയോടുകൂടി ഇവിടെ റീലും ചെയ്ത് ഷോർട്ട് ഫിലിമും ചെയ്ത് നാട്ടുകാരെ ചീത്തവിളിയും കേട്ട് നടക്കുന്ന സമയത്ത് ഇവിടുന്ന് അവരെ സെലക്ട് ചെയ്ത് ഗൾഫിലേക്ക് കൊണ്ടുപോയി ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് മാഫിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്കൊരു ബ്രസ്റ്റ് ക്യാൻസറും കൂടി ഈ പറയുന്ന റിഫയുടെ ആത്മാവ് സമ്മാനിക്കുന്നു. അതിനുശേഷം റൂഹിജാൻ വന്നിരുന്ന് പറയുകയാണ്, നീ ഗൾഫിലെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ ക്യാൻസർ ഒരിക്കലും ഭേദമാവില്ലെന്ന്. അപ്പൊ ഈ മോഡേൺ സയൻസ് പഠിച്ചിട്ട് ഡോക്ടർമാരായിരിക്കുന്ന ആൾക്കാർ മണ്ടന്മാരാണോ? അറിയാൻ പാടില്ലാണ്ട് വയ്ക്കുക. ഈ MBBS എന്ന് പറയുന്ന സാധനം പഠിച്ച് പരീക്ഷ എഴുതിയാൽ കിട്ടുന്നതാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ആരും ഡോക്ടർമാരുടെ കോട്ടിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്ന് രോഗികളെ ചികിത്സിക്കാതിരിക്കുന്നതല്ല. കൃത്യമായിട്ടുള്ള ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഈ ഒരു രോഗം എങ്ങനെയാണ് വന്നതെന്നൊക്കെ കൺഫേം ചെയ്തിട്ടാണ് അവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു അറിവ്. നമ്മളോട് നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററിയൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ച് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ മുൻകാല ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം പരിശോധിച്ച ശേഷമാണ് അവർ ട്രീറ്റ്മെൻറ്റ് പോലും നടത്തുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് റൂഹിജാൻ വന്നിട്ട് പറയുന്നത്, രേണുസുതിക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസർ സമ്മാനിച്ചത് റിഫയുടെ ആത്മാവാണ്. ഇപ്പൊ റിഫയുടെ ആ സൈക്കോപാത്ത് ആത്മാവിൻ്റെ കൂടെ കൊല്ലം സുധിയുടെ ആത്മാവും കൂടി വന്നിട്ടുണ്ട്. രണ്ടുപേരും കൂടി രേണുസുധീനെ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടിരിക്കുക എന്നാണ് നമ്മുടെ റൂഹിജാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കീമോയും മറ്റു കാര്യങ്ങളൊന്നും വേണ്ടല്ലേ? ഈ രേണുവിന്റെ അസുഖം മാറണ്ട്. രേണുസുധി ഈ ഗൾഫ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ച് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീമോയും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവരുടെ രോഗം മാറും. ഓ സൂപ്പർ. അങ്ങനെയാണ് പിന്നെ ഇത്രയും ലക്ഷങ്ങൾ ചിലവാക്കി എന്തിനാണ് രേണുസുധി ക്യാൻസർ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്? നിങ്ങളങ്ങ് ഉള്ള സത്യം ഉള്ളതുപോലെ വിളിച്ചു പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്കൊന്നും അറിയത്തില്ലെങ്കിലും ഈ ബെൻസർ എന്ന് പറയുന്ന ആൾക്കാരെ എല്ലാം തനിക്ക് അറിയാം എന്നങ്ങ് വിളിച്ചു പറഞ്ഞിട്ട് ഒരു വ്യാജ മൊഴി അങ്ങ് കൊടുത്തിട്ട് ഈ ഒരു അസുഖത്തിൽ നിന്ന് തലയൂട്ടിക്കൂടെ? ഇങ്ങനെയുള്ള സൈക്കോപാത്ത് ആത്മാക്കളെയൊക്കെ ഹാൻഡിൽ ചെയ്യാണ്ട് നിങ്ങളെ കൊണ്ട് പറ്റില്ല. കാരണം ഒരു ബിഷപ്പിനെ പോലും ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഈ ആത്മാവെന്നാണ് റൂഹിജാൻ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ രേണുസുധിയും റസീന ചേച്ചിയും അനീഷും ഒക്കെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? ഈ പറഞ്ഞ രേണു ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ വിളിച്ചു പറയട്ടെ. അല്ലെങ്കിൽ അറിയത്തില്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പൊലിപ്പിച്ചാണെന്ന് പറഞ്ഞങ്ങ് വെക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ
എൻ്റെ ഒരു ബോയ് ഫ്രണ്ട് പട്ടാളത്തിലാണ്, NSG കമാൻഡോ ആണെന്നൊക്കെ പണ്ട് നിങ്ങൾ തള്ളി മറിച്ചില്ലേ, അതാണ് തന്നെ ഇത് ഒന്ന് തള്ളി മറിക്കുക. അവിടെ ഇത്ര കിലോ സ്വർണം കൂട്ടി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ്, ഇവിടെ ഇത്ര കിലോ MDMA കൂട്ടി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ്, ഇതിന്റെ പിന്നിൽ ഇവനാണ്, അതിന് പിന്നിൽ അവനാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് ചുമ്മാ അങ്ങ് തള്ളി മറിച്ചേക്കണം. ഈ 2.5 ലക്ഷം രൂപയുടെ മെഡിസിൻ ഒന്നും കുത്തിവെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ധൈര്യപൂർവ്വം നിങ്ങൾ അങ്ങ് തുറന്നു പറയണം. എന്തായാലും നമുക്ക് റോഹിജാന്റെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. Sajina, you have a son like somewhat same like Kichu's age, I think. ഒരു മകനില്ലേ, just be careful. അതുപോലെ അനീഷ്, കുറെ ആൾക്കാരുണ്ട്, റസീന, എവ്രിവൺ, എല്ലാ റസീന ഐ തിങ്ക്, ഐ ഡോണ്ട് നോ നെയിം പ്രോപ്പർലി. എല്ലാവർക്കും എല്ലാവരുടെ ഫാമിലീസും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇതിന്റെ ഒക്കെ ബുദ്ധിമുട്ട് എങ്ങനെയാ വരുന്ന വെച്ചാൽ വീട്ടിൽ നിന്നാ തുടങ്ങുക. നിങ്ങൾ പോലും അത്ഭുതപ്പെടും, മീൻസ് യു വിൽ ഗെറ്റ് ഷോക്ക്. ഇതെന്താ ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ തോന്നും ബിഗിനിങ്ങില്. ഫസ്റ്റ് ഒന്നും ക്യാച്ച് ചെയ്യില്ല, പിന്നെ നല്ല പീക്കിൽ എത്തുമ്പോഴാണ് മനസ്സിലാവാ ഇത് സംഭവിക്കുന്നത് നിങ്ങൾ സോളുകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാണ്. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ ഈ പറഞ്ഞ കിച്ചുവിനെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പം ആ തിരിച്ച് അതിനുള്ള റിട്ടേൺ വരുന്നത് സോളിന്റെ ഭാഗത്തു നിന്നായിരിക്കാം. ഷടാ, ഇത്ര നാളും കഷ്ടപ്പെട്ടത് ഈ ബുക്കൊക്കെ വായിച്ചത് വെറുതെ ആയിപ്പോലും. മന്ത്രപ്രയോഗങ്ങൾ, ഇതിനകത്താണെങ്കിൽ യക്ഷിനെയൊക്കെ ആവാഹിക്കുന്ന മന്ത്രങ്ങൾ വരെ ഉണ്ട്. അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. റിഫൈഡ് ആത്മാവിനെ കിട്ടുവാണെങ്കിൽ ആണി അടിച്ച് പരിശീലിക്കായിരുന്നു. അതൊന്നും നടക്കത്തില്ല, സങ്കടമുണ്ട് കേട്ടോ. എന്തായാലും ഒരു കാര്യമുണ്ട്, ആത്മാവിന് പോലും എന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ ഇത്ര നാള് എന്ത് വിശ്വസിച്ചുകൊണ്ടാണ് എന്റെ വീഡിയോ കണ്ടത്? ഈ വെറുതെ ബാക്കിൽ കാണുന്ന ഈ ഭിത്തിയാണ് നിങ്ങൾ ഇത്രയും കാലം കണ്ടോണ്ടിരുന്നത്. സത്യം പറയണം, എനിക്ക് സങ്കടമുണ്ട്. ഈ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് എന്റെ ചാനൽ മോണിറ്റൈസ് ചെയ്തെന്ന്. യൂട്യൂബിനകത്ത് ഞാനൊരു കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചുമ്മാ ഒരു 6, 7 അല്ലെങ്കിൽ 13 മിനിറ്റുള്ളൊക്കെ വീഡിയോ ചുമ്മാ ഓണാക്കിയിട്ട് ഭിത്തി മാത്രം കാണിച്ചുകൊണ്ടായിരുന്നു ഇത്രയും നാളും ഞാൻ വീഡിയോ ചെയ്തെന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. ഈ യൂട്യൂബിന്റെ അൽഗോരിതം ഒക്കെ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് കണ്ടിട്ടാണ് എനിക്ക് ചാനൽ മോണിറ്റൈസ് ആക്കി തന്നത്? ഷോ, ഓക്കെ ഗൈസ്, ബൈ. ഈ ഒരു വീഡിയോക്കകത്തെങ്കിലും നിങ്ങൾ എന്നെ കണ്ടോ, ഞാൻ പറഞ്ഞത് കേട്ടോ, അതെന്നെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. വെറുതെ അല്ല, എന്റെ കമന്റ് സെക്ഷനകത്ത് കമന്റ് കുറവാണ്, എന്താണോ എന്തോ. അപ്പൊ ഇത്ര നാൾ നിങ്ങളെല്ലാം കണ്ടോണ്ടിരുന്നത് ഞാൻ വല്ലവന്റെയൊക്കെ വീഡിയോ വെട്ടി പേസ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചത് മാത്രമായിരുന്നു. ഓക്കെ എന്നാ.